കുവൈത്തും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുന്നു. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അസബാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈത്ത് പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള ഇലക്ട്രോണിക് വിസ സൗകര്യം ആരംഭിച്ചതുൾപ്പെടെയുള്ള സമീപകാല സംരംഭങ്ങളെ കുവൈത്ത് പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. 2024 ഡിസംബറിൽ നടന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശന വേളയിലെ കരാറുകൾ നടപ്പിലാക്കാൻ കുവൈത്ത് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണെന്ന് അംബാസിഡർ ചൂണ്ടിക്കാട്ടി. കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് കുവൈത്ത് സർക്കാർ നൽകുന്ന പിന്തുണയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഇത് പ്രവാസികളുടെ ജീവിത തൊഴിൽ സാഹചര്യങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെഡിക്കൽ സഹകരണത്തിലും ഇരു രാജ്യങ്ങളും മുന്നേറ്റം നടത്തുന്നുണ്ട്. സംയുക്ത മെഡിക്കൽ സമിതിയുടെ സമീപകാല വെർച്വൽ യോഗം പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ പൊതുവായ ആരോഗ്യ വെല്ലുവിളികൾ ചർച്ച ചെയ്തു. ഈ മേഖലകളിൽ വലിയ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും കാണുന്നുണ്ട്. US, യൂറോപ്യൻ റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിരവധി ഇന്ത്യൻ മരുന്നുകൾക്ക് കുവൈത്ത് വിപണിയിൽ വലിയ താൽപ്പര്യമുണ്ടെന്ന് അംബാസിഡർ സൂചിപ്പിച്ചു. കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഈ മെഡിക്കൽ വിസകളും ലോകോത്തര ആരോഗ്യ സേവനങ്ങളും നൽകി ഇന്ത്യയിലെ ചികിത്സാ അവസരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചില ഇന്ത്യൻ സ്ഥാപനങ്ങൾ കുവൈത്തിൽ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണെന്നും സ്വൈക കൂട്ടിച്ചേർത്തു.